എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി നമ്മുടെ ജോഗ്രഫി ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഉപഭോഗമെന്നും എന്താണ് കമ്പോളമെന്നും എന്താണ് ഉപഭോഗമെന്നും ആരാണ് ഉപഭോക്താവെന്നും ഉപഭോഗത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ടേമിലേക്ക് കടക്കുകയാണ്. അതാണ് ഉപഭോക്തൃ സംതൃപ്തി എന്ന് പറയുന്ന കാര്യം. സാധനങ്ങളും സേവനങ്ങളും ഉപയോഗിക്കുന്നതിലൂടെ ഉപഭോക്താവിന് സംതൃപ്തി ലഭിക്കുന്നു, അല്ലേ? ഒരു സാറ്റിസ്ഫാക്ഷൻ. നമ്മളിപ്പോൾ ഒരു സാധനം അല്ലെങ്കിൽ സേവനം വാങ്ങുന്നത് എന്തിനാണ്? അത് നമുക്ക് നമ്മുടെ ഒരു ആവശ്യം ഉണ്ടായിരിക്കും. ആ ആവശ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സാധനം എനിക്കിപ്പോൾ ഒരു സേവനം ഞാൻ വാങ്ങിക്കുക, എനിക്ക് ഭയങ്കര തലവേദന, ഞാൻ എന്ത് ചെയ്യുകയാണ്? ഒരു ഡോക്ടറെ അടുത്ത് ചെന്നിട്ട് ഒരു മെഡിക്കൽ സർവീസ്, ഒരു ആരോഗ്യ സേവനം ഞാൻ വാങ്ങിക്കുകയാണ്. അപ്പോൾ അതിലൂടെ എനിക്ക് ആ മരുന്ന് കഴിക്കുന്നതിലൂടെ എൻ്റെ അസുഖം മാറണം. അപ്പോഴാണ് എനിക്കത് സംതൃപ്തിയായിട്ട് വരിക, അല്ലേ? അപ്പോൾ എനിക്ക് ഓക്കെ, ഞാൻ സംതൃപ്തിയായി. അല്ലെങ്കിൽ ഞാനൊരു കടയിൽ ചെന്നിട്ട് എനിക്ക് നല്ല വിശപ്പ്, ഞാനൊരു ഫുഡ് എന്തെങ്കിലും വാങ്ങി കഴിക്കുന്നു. അപ്പോൾ എനിക്ക് ആ വാങ്ങി കഴിക്കുമ്പോൾ എനിക്കൊരു കിട്ടും? ഒരു സംതൃപ്തി ലഭിക്കും. കാര്യം അപ്പോൾ അങ്ങനെ ഈ ഉപഭോഗം അല്ലെങ്കിൽ സാധനങ്ങളും സേവനങ്ങളും നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നതിലൂടെ ഉപഭോക്താവിന് ലഭിക്കുന്ന കാര്യമാണ് എന്തെന്ന് പറയുന്നത്? സംതൃപ്തി എന്ന് പറയുന്നത്. അപ്പം ഉപഭോക്താവിന് സംതൃപ്തി ലഭിക്കുന്നു. ഇത്തരത്തിൽ ലഭിക്കുന്ന സംതൃപ്തിയെ അളന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കുമോ? ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും ഒരാളുടെ സംതൃപ്തി നമുക്കൊരിക്കലും അളന്ന് തിട്ടപ്പെടുത്താനായിട്ട് പറ്റൂല, അല്ലേ? ഒരാളുടെ സന്തോഷം നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ വേണ്ടി പറ്റുമോ? ഒരാളുടെ സങ്കടം നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെ ഒരാളുടെ സത്യസന്ധത, അല്ലേ? ഒരാളുടെ നന്മ, ഇതൊന്നും നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റില്ല. ഒരാളുടെ ഉയരം നമുക്ക് അളക്കാം, ഒരാളുടെ തൂക്കം നമുക്ക് അളക്കാം, ഒരാളുടെ പ്രായം നമുക്ക് അളക്കാം. പക്ഷേ പൊതുവേ ഈ പറയുന്ന സംതൃപ്തി എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഉള്ളിലാണ്. ഇപ്പോൾ ഞാൻ ഒരു ഭക്ഷണം കഴിച്ചു, എൻ്റെ ഒരു സുഹൃത്തും കൂടെ ഒരു ബിരിയാണി കഴിക്കുന്നു. അപ്പോൾ എനിക്ക് ആ ബിരിയാണി കഴിച്ചപ്പോൾ കിട്ടിയ സന്തോഷം അല്ലെങ്കിൽ സംതൃപ്തി ആയിരിക്കില്ല എൻ്റെ ഫ്രണ്ടിന് കിട്ടിയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തായിരിക്കാം നമുക്ക് അവിടെ പറയാൻ പറ്റുക? എൻ്റെ സുഹൃത്തിന് ലഭിച്ച സംതൃപ്തിയും എൻ്റെ സംതൃപ്തിയും നമുക്ക് അളന്ന് പറയാൻ പറ്റില്ല. ഇത്ര കിലോ സംതൃപ്തി എനിക്ക് ലഭിച്ചെന്നോ, എൻ്റെ സുഹൃത്തിന് ഇത്ര കിലോ സംതൃപ്തിയാണ് ലഭിച്ചതെന്നോ നമുക്ക് അങ്ങനെ പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ അതൊരിക്കലും സംതൃപ്തി നമുക്കൊരിക്കലും യഥാർത്ഥത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റുന്ന കാര്യമല്ല. യഥാർത്ഥത്തിൽ നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഉപഭോക്താവിൻ്റെ സംതൃപ്തി മനസ്സിലാക്കിയാൽ മാത്രമല്ലേ നമുക്ക് എന്ത് കാര്യവും ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇവിടെ അടുത്ത ലൈനിൽ പറയുന്നത്. ഉപഭോക്താവിൻ്റെ സംതൃപ്തിയാണ് എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെയും പ്രധാന ലക്ഷ്യമെന്ന് നമുക്കറിയാം. ഏതൊക്കെയാണ് സാമ്പത്തിക പ്രവർത്തനങ്ങളെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു സാമ്പത്തിക പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 3 കാര്യങ്ങളാണ് വരിക. അതായത് ഒന്നാമത്തെ കാര്യം ഉൽപ്പാദനം എന്ന് പറയുന്ന കാര്യമാണ് വരുന്നത്, ഉൽപ്പാദനം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിതരണം എന്ന് പറയുന്ന കാര്യമാണ് വരിക, വിതരണം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉപഭോഗം എന്ന് പറയുന്ന കാര്യമാണ് വരിക. ഇങ്ങനെയാണ് എന്ത് നടക്കുന്നത്? ഒരു സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ 3 എണ്ണമാണ്. അതായത് ഇപ്പോൾ ഞാൻ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഹോട്ടൽ ഉടമ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഉദാഹരണം, ഒരു സോപ്പ് ഉണ്ടാക്കാം. ആ സോപ്പ് എന്ത് ചെയ്യുന്നു? ഉൽപ്പാദനം നടത്തുന്നുണ്ട്. ഏതോ ഒരു കമ്പനി സോപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ഈ കമ്പനിയിൽ നിന്ന് എന്ത് ചെയ്യുന്നു? സാധാരണ കച്ചവടം ചെയ്യുന്ന ആളുകൾ നമ്മുടെ കടകളിലേക്കൊക്കെ അത് എന്ത് ചെയ്യുന്നു? സോപ്പ് എത്തുന്നു. അതാണ് വിതരണം എന്ന് പറയുന്നത്. അപ്പോൾ കടക്കാർ എന്ത് ചെയ്യുന്നു? ഈ സോപ്പ് ഉണ്ടാക്കിയ ആൾക്കാരുടെ അടുത്ത് നിന്ന് അത് വാങ്ങി, അല്ലെങ്കിൽ അത് ഹോൾസെയിലായിട്ട് എടുത്തിട്ട് അത് എന്ത് ചെയ്യുന്നു? അവരുടെ കടയിലൂടെ അത് പുറത്തേക്ക് കൊടുക്കുന്നു. അവസാനത്തെ സംഭവമാണ് ഉപഭോഗം. ഈ കടയിൽ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന സാധനം എന്ത് ചെയ്യുന്നു? ഈ സോപ്പ് എന്ത് ചെയ്യുന്നു? ഈ ആളുകൾ വന്നിട്ട് വാങ്ങിക്കുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ഒരു സോപ്പ് കമ്പനി പറഞ്ഞു. ഈ സോപ്പ് എന്ന് പറയുന്ന സംഗതി ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ആൾക്കാർ എന്തിനു വേണ്ടിയിട്ട് അത് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത്? ഇത് ആളുകൾ വാങ്ങിക്കണം എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്, അല്ലേ? ആളുകളിലേക്ക് കൂടുതൽ വാങ്ങിച്ചാൽ മാത്രമാണ് ഈ സോപ്പ് കമ്പനിക്ക് പൈസ കിട്ടുള്ളൂ. ഇത് വിതരണം ചെയ്യുന്ന ഈ കച്ചവടക്കാരെന്താണ്? ഈ സോപ്പ് കമ്പനിയുടെ കയ്യിൽ നിന്ന് ഈ സോപ്പെല്ലാം വാങ്ങിയിട്ട് തങ്ങളുടെ കടകളിൽ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് ആളുകൾ വാങ്ങിക്കണം. അതുകൊണ്ടാണ് അവസാനം വരുന്ന ആൾക്കാരാണ്, ഈ അവസാന ഉപഭോഗം നടത്താൻ വരുന്ന ആൾക്കാർ വിതരണക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നു. അപ്പോൾ അവസാനം വരുന്ന ആൾക്കാരാണ് ഉപഭോക്താക്കൾ. ഈ ഉപഭോക്താക്കൾ ഇത് വാങ്ങിക്കും എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ പറയുന്ന ആൾക്കാർ ഇത് വിതരണം ചെയ്യുന്നതും ഇവിടെ ഈ സോപ്പ് ഉൽപ്പാദിപ്പിക്കുന്നതൊക്കെ ചെയ്യുന്നത്. അപ്പം ആളുകൾക്ക് നല്ല സംതൃപ്തി, ഈ സോപ്പ് ഉപയോഗിക്കുമ്പോൾ നല്ല സന്തോഷം, അല്ലെങ്കിൽ ആളുകൾ ഓക്കെയാണ്, ഹാപ്പിയാണ്, ഈ സോപ്പിന് നല്ല മണമുണ്ട്, ഈ സോപ്പ് നല്ല ദീർഘകാലം കിട്ടുന്നുണ്ട്, എനിക്കിഷ്ടമാണ് ഈ സോപ്പ്. അങ്ങനെ ഒരുപാട് ആളുകൾക്ക്
സംതൃപ്തി ലഭിച്ചാൽ മാത്രമാണ് ഈ കച്ചവടക്കാർ എന്ത് ചെയ്യുള്ളൂ, ഈ സോപ്പ്, ഈ കമ്പനിയുടെ സോപ്പ് എന്ത് ചെയ്യുള്ളൂ, വിതരണം ചെയ്യാൻ വെക്കുകയുള്ളൂ. ഈ സോപ്പ് കമ്പനി കൂടുതൽ ആളുകൾ സോപ്പ് വാങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമാണ് അത് ഉൽപ്പാദിപ്പിക്കാൻ നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇതൊക്കെ പൂട്ടിപ്പോവും, ഈ ഉൽപ്പാദകർ പൂട്ടിപ്പോവും, ഈ സോപ്പ് കമ്പനി കച്ചവടക്കാരെന്ത് ചെയ്യും, വേറെ സോപ്പ് ആയിരിക്കും അവിടെ വെക്കുക. അപ്പോൾ എന്ത് ചെയ്യണം, ഈ ഉപഭോഗം നടത്തുന്ന ഉപഭോക്താക്കൾക്ക് ഈ സോപ്പ് ഉപയോഗിക്കുന്നതിലൂടെ സംതൃപ്തി ലഭിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ് ഇത് വിതരണം ചെയ്യുന്ന ആൾക്കാർ കൂടുതൽ ആൾക്കാർക്ക് ഈ സോപ്പ് ഉപയോഗിക്കുന്നത് സംതൃപ്തിയുണ്ട്, അതുകൊണ്ട് നമുക്ക് ഈ സോപ്പ് കൂടുതൽ സ്റ്റോക്ക് വെക്കാം. അതുപോലെ തന്നെ ഈ കൂടുതൽ സ്റ്റോക്ക് ഇത് പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കൂടുതൽ സോപ്പ് ഉൽപ്പാദിപ്പിക്കാം. എന്നാൽ കുറച്ച് ആൾക്കാരത് വാങ്ങുന്നുള്ളൂ. ആളുകൾക്ക് ഇത് ഉപയോഗിച്ചിട്ട് വലിയ സംതൃപ്തി ഒന്നുമില്ല, അതുകൊണ്ട് കച്ചവടക്കാരെന്ത് ചെയ്യും, ഈ സോപ്പ് എന്ത് ചെയ്യണ്ട, ഇനി അധികം വെക്കണ്ട, സ്റ്റോക്ക് അധികം വെക്കണ്ട എന്ന് തീരുമാനിക്കും. ഉൽപ്പാദിപ്പിക്കുന്ന ആൾക്കാരെന്ത് ചെയ്യും, നമ്മുടെ സോപ്പിന് ആളുകൾക്ക് വലിയ സംതൃപ്തി ലഭിക്കുന്നില്ല, അപ്പോൾ നമുക്ക് സോപ്പിൻ്റെ കുറച്ച് മണവും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി നോക്കാം, കുറച്ചും കൂടെ വേറൊരു രൂപത്തിൽ സോപ്പ് ഇറക്കാം. അപ്പോൾ എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളും എന്തിനു വേണ്ടിയിട്ടാണ്, പ്രധാനമായിട്ടും ഉപഭോക്താവിൻ്റെ സംതൃപ്തിയാണ് എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെയും ലക്ഷ്യമെന്ന് പറയുന്നത്, പ്രധാന ലക്ഷ്യം. കസ്റ്റമർ, ഇത് വാങ്ങിക്കുന്ന ആൾക്കാർ ഹാപ്പി ആണെങ്കിലേ വിതരണം ഉണ്ടാവും, ഉൽപ്പാദനം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പോൾ ഇതെന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായിട്ടും ആളുകൾ സംതൃപ്തി ഉള്ളവരാണോ, ഈ ഓരോ ഉൽപ്പന്നം ഉപയോഗിക്കുന്ന ആൾക്കാരും സംതൃപ്തി ഉള്ളവരാണോ, ഇത് ഉപയോഗിച്ചിട്ട് സംതൃപ്തി ലഭിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പം സംതൃപ്തി എന്നത് വ്യക്തിഗതവും ഓരോരുത്തരുടെയും മാനസിക അവസ്ഥയെ ആശ്രയിച്ചിരിക്കുന്നതിനാലും ഇത് ഗണിതപരമായി അളക്കുക പ്രയാസമാണ്. ഞാൻ പറഞ്ഞു ഓരോരുത്തർക്കും ഓരോന്നാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ സോപ്പ് ഉപയോഗിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന സംതൃപ്തി ആയിരിക്കില്ല എൻ്റെ സുഹൃത്തിന് ലഭിക്കുന്നുണ്ടായിരിക്കുക, അതായിരിക്കില്ല എൻ്റെ വേറൊരു ബന്ധുവിന് ലഭിക്കുന്നുണ്ടായിരിക്കുക, അതായിരിക്കില്ല മറ്റൊരാൾക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഓരോ വ്യക്തിപരമാണ് ഓരോരുത്തരുടെയും സംതൃപ്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒരിക്കലും ഒരു ഉയരം പറയുന്ന പോലെ, തൂക്കം പറയുന്ന പോലെ നമുക്ക് ഗണിതപരമായിട്ട് അക്കം വിട്ടിട്ട് നമുക്ക് ഇത്ര സംതൃപ്തി ഉണ്ട്, ഇത്ര സംതൃപ്തി ഇല്ല എന്ന് നമുക്ക് കണ്ടെത്തുക പ്രയാസമാണ്. അത് ഓരോരുത്തരുടെ മനസ്സിലുള്ള കാര്യമാണ് സംതൃപ്തി എന്ന് പറയുന്നത്. എന്നാൽ സംതൃപ്തിയിൽ ഉണ്ടാകുന്ന ഗതിവിഗതികൾ അറിയണമെങ്കിൽ അത് നാം തിട്ടപ്പെടുത്തേണ്ടതുണ്ട്. പക്ഷേ നമുക്ക് സംതൃപ്തി എത്രത്തോളം ഉണ്ട് എന്ന് കണക്ക് കൂട്ടി കണ്ടെത്തിയാൽ മാത്രമാണ് ഈ പറഞ്ഞ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യുള്ളൂ. അപ്പോൾ സംതൃപ്തി ഒരാളുടെ മനസ്സിലാണ്, അത് നമുക്ക് അളക്കാൻ പറ്റില്ല. പക്ഷേ ഇത് അളക്കുകയല്ലാതെ നമുക്ക് എന്ത് ചെയ്യാനും പറ്റില്ല, ഈ പറഞ്ഞ കാര്യങ്ങൾ കണ്ടെത്താനും പ്രയാസമാണ്. അളന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആളുകളുടെ സംതൃപ്തി കൂടുതൽ കൃത്യമായിട്ട് ഈ ഗണിതശാസ്ത്ര, അതായത് നമുക്ക് ഒരു പേപ്പറും പേനയിലും ഇങ്ങനെ എല്ലാവരും സംതൃപ്തി ഇങ്ങനെ എഴുതിയെടുക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ അതിനെ മാത്തമാറ്റിക്സ് ആയിട്ട്, അതായത് നമ്പേഴ്സിലേക്ക് നമ്മൾ മാറ്റണം. എങ്കിൽ മാത്രമാണ് ഈ കമ്പനികൾക്ക് കൂടുതൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഈ കച്ചവടക്കാർക്ക് ഈ സാധനം തങ്ങളുടെ കടയിൽ കൂടുതൽ സ്റ്റോക്ക് വെക്കണോ വെക്കണ്ടേ എന്നൊക്കെ തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ അളന്ന് തിട്ടപ്പെടുത്തേണ്ടത് അത്യാവശ്യമുള്ള കാര്യമാണ്. പക്ഷെ അളന്ന് തിട്ടപ്പെടുത്തൽ പ്രയാസമുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആൽഫ്രഡ് മാർഷൽ എന്ന് പറയുന്ന ഒരാൾ, ആൽഫ്രഡ് മാർഷൽ എന്ന് പറയുന്ന ഒരാൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൽഫ്രഡ് മാർഷൽ എന്ന് പറയുന്ന ഒരു ആൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന സംതൃപ്തിയെ ആദ്യമായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, അളന്ന് തിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അപ്പോൾ ഇതിനുള്ള ആദ്യ ശ്രമം നടത്തിയത്, സംതൃപ്തി, ഉപഭോക്താവിൻ്റെ സംതൃപ്തി അളന്ന് തിട്ടപ്പെടുത്താനുള്ള ആദ്യ ശ്രമം നടത്തിയത് ആൽഫ്രഡ് മാർഷൽ എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. ഉപഭോഗം വഴി ലഭിക്കുന്ന സംതൃപ്തിയെ സാധന സേവനങ്ങളുടെ ഉപയുക്തതയായി കണക്കാക്കാം. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഭാഗത്ത് ഓർത്ത് വെക്കേണ്ടത്. ആദ്യമായിട്ട് ഈ ഉപഭോക്താക്കളുടെ സംതൃപ്തി, സാധനങ്ങളും സേവനങ്ങളും വാങ്ങിക്കുന്നതിലൂടെ ലഭിക്കുന്ന സംതൃപ്തി അളന്ന് തിട്ടപ്പെടുത്തുക, ഗണിതശാസ്ത്രപരമായി അളന്ന് തിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ച ആദ്യത്തെ ആളുടെ പേര് ഒരു എക്കണോമിസ്റ്റാണ്, ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അയാളുടെ പേര് ആൽഫ്രഡ് മാർഷൽ. ഇനി ഇങ്ങനെ ലഭിക്കുന്ന സംതൃപ്തിയെ നമ്മൾ വേറൊരു പേരിട്ടിട്ട് വിളിക്കും. എന്താണ്? ഉപയുക്തത എന്ന പേരിട്ട് വിളിക്കും. ഉപയുക്തത, അതായത് സംതൃപ്തി തന്നെയാണ് ഉപയുക്തത. പക്ഷേ ഒരു ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു ഉദാഹരണത്തിലേക്ക് തന്നെ വരാം. ഞാനൊരു സോപ്പ് വാങ്ങി ഉപയോഗിക്കുന്നു. ഉപയോഗിക്കുമ്പോൾ എനിക്ക് നല്ല സംതൃപ്തി കിട്ടി. അങ്ങനെയാണെങ്കിൽ എനിക്ക് കിട്ടിയ സംതൃപ്തി ഞാൻ വാങ്ങിച്ച സോപ്പിൻ്റെ ഉപയുക്തതയാണ്. ഞാനൊരു കടയിൽ ചെന്ന് ബിരിയാണി കഴിച്ചു, ഒരു ഹോട്ടലിൽ ചെന്ന് ഞാനൊരു ബിരിയാണി കഴിച്ചു, എനിക്ക് നല്ല സംതൃപ്തി ലഭിച്ചു.
ഞാൻ കഴിച്ച ബിരിയാണിയുടെ മേലെ എനിക്ക് കിട്ടിയ സംതൃപ്തി എന്ന് പറയുന്നത് ഞാൻ കഴിച്ച ആ ബിരിയാണിയുടെ ഉപയുക്തതയാണ്. അപ്പോൾ സംതൃപ്തിയെ സാധന സേവനങ്ങളുടെ എന്തായിട്ട് കണക്കാക്കാം? ഉപയുക്തതയായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ ചിലപ്പോൾ ചില സാധനങ്ങൾക്ക് എന്തുണ്ടായിരിക്കും? ഉപയുക്തത കൂടുതലായിരിക്കും, ചില സാധനങ്ങൾക്ക് ഉപയുക്തത കുറവായിരിക്കും. അതായത് ഇപ്പോൾ ഒരു എ എന്ന് പറയുന്ന ഒരു സോപ്പ് വാങ്ങിച്ചു, അത് ഉപയോഗിച്ചപ്പോൾ എനിക്ക് തീരെ അങ്ങോട്ട് സംതൃപ്തി കുറവാണ് കിട്ടിയത്. അപ്പോൾ ആ എ എന്ന് പറയുന്ന സോപ്പിൻ്റെ ഉപയുക്തത കുറവാണ്. എന്നാൽ ബി എന്ന് പറയുന്ന ഒരു സോപ്പ് ഞാൻ ഉപയോഗിച്ചു, എനിക്ക് നല്ല സംതൃപ്തി ലഭിച്ചു. അപ്പോൾ എനിക്ക് നല്ല ഹാപ്പിയാണ്. ഞാൻ അടുത്ത വട്ടം പോകുമ്പോൾ ആ ബി എന്ന് പറഞ്ഞ സോപ്പായിരിക്കും വാങ്ങിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തെന്ന് പറയാം? നമുക്ക് ആ ബി എന്ന് പറയുന്ന സോപ്പ് എന്താണ്? ആ സോപ്പിൻ്റെ ഉപയുക്തത കൂടുതലാണെന്ന് പറയാം. അപ്പോൾ എന്താണ് ഉപയുക്തത എന്ന് നമുക്ക് ഇനി നോക്കാം. ഉപയുക്തത എന്താണെന്ന് നമുക്ക് നോക്കാം, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഉപയുക്തത എന്താണെന്ന് നോക്കാം. ഒരു വസ്തു ഉപഭോഗം ചെയ്യുമ്പോൾ അതിൽ നിന്നും ലഭിക്കുന്ന സംതൃപ്തിയെ ഉപയുക്തത എന്നാണ് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ പറഞ്ഞ ഇതിനേക്കാൾ അപ്പുറത്തേക്ക് ഈ ഭാഗം നിങ്ങൾ പഠിച്ചു വെക്കുക. ഉപയുക്തത പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് തന്നെ വരും. ഒരു വസ്തു ഞാൻ ഉപഭോഗം ചെയ്യുമ്പോൾ, വാങ്ങിക്കുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന സംതൃപ്തിയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഉപയുക്തത എന്ന് പറയാം. ഈ ഉപയുക്തതയെ, അടുത്ത സെൻറ്റൻസ് നോക്കൂ, ഈ ഉപയുക്തതയെ നമുക്ക് യൂട്ടിൽസ് എന്ന യൂണിറ്റ് ഉപയോഗിച്ച് അളക്കാം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്തൊരു ടേമാണ് യൂട്ടിൽസ്. അപ്പോൾ ഉപയുക്തത, മറ്റൊന്ന് യൂട്ടിൽസ്. എന്താണ് യൂട്ടിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മുടെ ഈ ഞാൻ വാങ്ങിച്ച ഈ സാധനത്തിൻ്റെ മേലെ എനിക്ക് സംതൃപ്തി ലഭിച്ചിട്ടുണ്ടായിരിക്കില്ലേ, ആ സംതൃപ്തിയെ ഞാൻ പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്. അതായത് ഇപ്പോൾ നിങ്ങളുടെ ഭാരം എത്രയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ കിലോഗ്രാം ആണെന്ന് പറയും. അത് ഭാരം അളക്കാനുള്ള ഒരു യൂണിറ്റാണ്. നിങ്ങൾ ഒരു വെളിച്ചെണ്ണ വാങ്ങിക്കുന്നു, നിങ്ങൾ 1 ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങിച്ചു, അവിടെ ഉപയോഗിച്ചത് ലിറ്റർ എന്ന് പറയുന്ന യൂണിറ്റാണ്. നിങ്ങൾ ഇവിടെ നിന്ന് ഒരു ദൂരം വരെ സഞ്ചരിച്ചു, നിങ്ങൾ എത്ര കിലോമീറ്റർ സഞ്ചരിച്ചു, നിങ്ങൾ ദൂരം പറയാനുള്ള ഒരു യൂണിറ്റാണ്. അതുപോലെ നിങ്ങളൊരു സാധനമോ സേവനമോ വാങ്ങിച്ചപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച സംതൃപ്തി, ആ സംതൃപ്തിയെ നമ്മൾ ഉപയുക്തത എന്ന് പറഞ്ഞു. ആ ഉപയുക്തത നമ്മൾ ഏതിലാണ്? യൂട്ടിൽസ് എന്ന് പറയുന്ന ഒരു യൂണിറ്റിലാണ്. എനിക്ക് ഇന്ന സാധനം വാങ്ങിച്ചപ്പോൾ ഇത്ര യൂട്ടിൽസ് കിട്ടി, ഇത്ര യൂട്ടിൽസ് സംതൃപ്തി ലഭിച്ചു, അല്ലെങ്കിൽ ഇത്ര യൂട്ടിൽസ് ലഭിച്ചു, നമ്മുടെ ഈ പറയുന്ന ഉപയുക്തത ലഭിച്ചു എന്ന് പറയും. അപ്പോൾ ഈ 2 ടേമുകളും നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഉപയുക്തതയും യൂട്ടിൽസും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് 1 വേർഡായിട്ട് ചോദിക്കും. സാധന സേവനങ്ങളുടെ ഉപഭോഗത്തിലൂടെ ഉപഭോക്താവിന് ലഭിക്കുന്ന സംതൃപ്തിയെ എണ്ണൽ സംഖ്യ ഉപയോഗിച്ച് തിട്ടപ്പെടുത്താൻ കഴിയുമെന്ന് കാർഡിനൽ ഉപയുക്തതാവാദത്തിൽ പറയുന്നു. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ആൽഫ്രഡ് മാർഷൽ കാര്യം പറഞ്ഞില്ലേ, അദ്ദേഹം കൊണ്ടുവരുന്ന ഒരു തിയറിയാണ് ഏത്? നമ്മൾ കാർഡിനൽ ഉപയുക്തത വാദം എന്ന് പറയുന്ന തിയറി. കാർഡിനൽ ഉപയുക്തത വാദം എന്ന് പറയുന്ന തിയറി. കാർഡിനൽ ഉപയുക്തത വാദം എന്ന് പറയുന്ന തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഈ 3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 ഉപയുക്തത, 2 യൂട്ടിൽസ്, മറ്റൊന്ന് കാർഡിനൽ ഉപയുക്തതാവാദം. എന്താണ് കാർഡിനൽ ഉപയുക്തതാവാദം? നമ്മൾ വാങ്ങിക്കുന്ന സാധന സേവനങ്ങളുടെ ഉപഭോഗം, അല്ലേ? നമ്മൾ സാധനങ്ങളും സേവനങ്ങളും വാങ്ങിക്കുന്നു. അപ്പോൾ ഉപഭോക്താവിന് എന്ത് കിട്ടും? സംതൃപ്തി കിട്ടും. ആ സംതൃപ്തിയെ നമ്മൾ എന്തിലെഴുതുന്നു? എണ്ണൽ സംഖ്യ ഉപയോഗിച്ച് രേഖപ്പെടുത്തുകയാണ്. സാധാരണ നമുക്ക് സംതൃപ്തി, സന്തോഷം, കാര്യങ്ങളൊന്നും നമുക്ക് എണ്ണി പറയാൻ പറ്റില്ലല്ലോ. എൻ്റെ ഉള്ളിൽ ഇത്ര സന്തോഷമുണ്ട് എന്നുള്ളത്, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടെന്ന് നമ്മൾ വേണമെങ്കിൽ പറയും, എനിക്ക് നല്ല സന്തോഷമുണ്ടെന്ന് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ അത് എനിക്ക് 100 സന്തോഷമുണ്ടെന്നോ 100 സംതൃപ്തി ഉണ്ടെന്നോ, അല്ല എനിക്ക് 50 സന്തോഷമാണ് 50 സംതൃപ്തിയാണ് ഉള്ളതെന്നോ നമ്മൾ എന്ത് ചെയ്യില്ല, പറയില്ല. കാര്യം എന്ത് ചെയ്യണം? നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അതിനെ എണ്ണി പറയാനായിട്ട്, സംതൃപ്തിയെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് എണ്ണി പറയാനായിട്ട് പറ്റില്ല. അപ്പം ആദ്യമായിട്ട് ആൽഫ്രഡ് മാർഷൽ എന്ത് ചെയ്യാണ്? ഈ ഉപയുക്തത, അതായത് ഈ സംതൃപ്തിയെ എന്ത് ചെയ്യാൻ തുടങ്ങി? എണ്ണിട്ട് നമുക്ക് മാത്തമാറ്റിക്കലി നമ്മൾ എണ്ണൽ സംഖ്യ ഉപയോഗിച്ച് രേഖപ്പെടുത്താൻ തുടങ്ങി. അത് ഒരു രീതിയാണ്, അത് അങ്ങനെ ഒരിക്കലും സാധ്യമല്ല, പക്ഷെ ഇങ്ങനെ ശ്രമിച്ചു നോക്കിയതാണ്. അങ്ങനെ എണ്ണൽ സംഖ്യ ഉപയോഗിച്ച് ഓരോ സാധനവും സേവനവും വാങ്ങിക്കുമ്പോൾ ഉപഭോക്താവിന് എത്രത്തോളം സംതൃപ്തി ലഭിക്കുന്നു എന്നുള്ളത് എണ്ണൽ സംഖ്യ ഉപയോഗിച്ച് തിട്ടപ്പെടുത്താൻ കഴിയുമെന്ന് ആദ്യമായിട്ട് ആൽഫ്രഡ് മാർഷൽ പറയുകയാണ്. അത് അദ്ദേഹം പറഞ്ഞ തിയറിയാണ് കാർഡിനൽ ഉപയുക്തതാ വാദം എന്ന് പറയുന്ന തിയറി. വേറെ കുറേ ആളുകൾ ഇതിനെതിരെ പറഞ്ഞിട്ടുണ്ട്. അതായത്
എന്താ പറയുക, പല ആളുകളും പറഞ്ഞിട്ടുണ്ട് ഇത് നടക്കൂല. അതായത് ഈ പറയുന്ന കാര്യം എന്താണ്, നമ്മൾ കാർഡിനൽ തിയറി എന്ന് പറയുന്നത് നമ്മൾ എണ്ണി തിട്ടപ്പെടുത്തുള്ളൂ സാറ്റിസ്ഫാക്ഷൻ, പക്ഷേ യൂട്ടിലിറ്റി അത് ഒരിക്കലും സാധ്യമല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവരാണ് ഓർഡിനൽ ഉപയുക്തതാവാദം അല്ലെങ്കിൽ ഓർഡിനൽ യൂട്ടിലിറ്റി തിയറി എന്നൊക്കെ പറയും. അത് വേണ്ട, നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് കാർഡിനൽ ഉപയുക്തതാവാദമാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഉപയുക്തതയിൽ വരുന്ന മാറ്റം, പേന മാറ്റട്ടെ, ഉപയുക്തതയിൽ വരുന്ന മാറ്റം സാധന സേവനങ്ങളുടെ തിരഞ്ഞെടുപ്പിനെയും ഉപഭോഗത്തെയും സ്വാധീനിക്കാം. അപ്പം ഓരോ വ്യക്തിക്കും ഓരോ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും, ഓരോ സംതൃപ്തി, ഉപയുക്തത ആയിരിക്കും ഓരോ സാധനങ്ങളുടെ മേലെ കിട്ടുന്നുണ്ടാവുക. പല കമ്പനികളുടെ ഒരേ സാധനം, ഇപ്പോൾ സോപ്പ് തന്നെ പല കമ്പനികളുടെ ഉണ്ടായിരിക്കും, പല കമ്പനികളുടെ സോപ്പിനും പല ഉപയുക്തത ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഈ പറയുന്ന സാധനങ്ങൾ ചൂസ് ചെയ്യുന്നത്, ഞാൻ ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞെടുക്കുന്ന ഉൽപ്പന്നം ഏതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഉപഭോഗത്തെ സ്വാധീനിക്കുക. അപ്പം ഈ പറയുന്ന ഉപയുക്തതയിൽ വരുന്ന മാറ്റം ഓരോരുത്തർക്കും ഓരോ സംതൃപ്തിയായില്ലേ, അപ്പോൾ കൂടുതൽ സംതൃപ്തി ലഭിക്കുന്ന സാധനങ്ങളായിരിക്കും, സേവനങ്ങളായിരിക്കും കൂടുതൽ ആളുകൾ വാങ്ങിക്കുക. അപ്പോൾ അത് കണ്ടെത്താൻ, കൂടുതൽ ആൾക്കാർ ഏതൊക്കെ വാങ്ങുന്നുണ്ട് വാങ്ങുന്നില്ല എന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ശരിക്കും ഇതിനെ എണ്ണാൻ തുടങ്ങുന്നത്. സംതൃപ്തിയെ ഉപയുക്തതയെ എണ്ണാൻ വേണ്ടി ശ്രമിക്കുന്നത്. നിശ്ചിത സമയത്ത് ഒരു വസ്തു തുടർച്ചയായി ഉപഭോഗം നടത്തുമ്പോൾ ഉപയുക്തതയിൽ വരുന്ന മാറ്റം അറിയണമെങ്കിൽ ഉപയുക്തതയുടെ അളവുകളെ പറ്റി അറിയേണ്ടതുണ്ട്. അവ ഏതൊക്കെയെന്ന് നോക്കാം. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ പറഞ്ഞത്. ഒരു നിശ്ചിത സമയത്ത് ഒരു വസ്തു തുടർച്ചയായിട്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടേമാണ്, ഒരു വസ്തു തുടർച്ചയായിട്ട് ഉപഭോഗം നടത്തുമ്പോൾ, ഞാനിപ്പോൾ ഒരു സോപ്പ് വാങ്ങുന്നു, പക്ഷേ ഞാൻ ആ സമയം തന്നെ കുറേ സോപ്പുകൾ ഒരേ സമയം വാങ്ങുകയാണ്. ഒരു സോപ്പ് വാങ്ങി പിന്നെ ഞാൻ വേറെ എന്തെങ്കിലും പച്ചക്കറിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സോ അല്ല വാങ്ങുന്നത്. ഞാനിപ്പോൾ ഒരു സോപ്പാണെങ്കിൽ ആ സോപ്പ് ഒന്ന് വാങ്ങി പിന്നെ വീണ്ടും ഒന്നുകൂടെ വാങ്ങി അങ്ങനെ തുടർച്ചയായിട്ട് ഞാൻ വാങ്ങിക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു സമയം ഒരു തുടർച്ചയായിട്ട് ഒരു സാധനം വാങ്ങുമ്പോൾ എന്തൊക്കെയാണ് ഉപയുക്തതയിൽ, അത് വാങ്ങിക്കുന്ന ആളുടെ സംതൃപ്തിയിൽ വരുന്ന മാറ്റം എന്ന് നമുക്ക് അറിയണം. അങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ചില അളവുകൾ ഉപയോഗിക്കുന്നുണ്ട്. ആ അളവുകളെ പറ്റിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പം അടുത്ത ക്ലാസ് കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയ ക്ലാസ്സാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വരുന്നവരെ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിക്കാം.